എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് 5 ശീലങ്ങളുമായിട്ടാണ്. ഈ 5 ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ശീലങ്ങളല്ല, നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട 5 ശീലങ്ങളാണ്. ഈ 5 ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീട് കുറച്ചും കൂടി നീറ്റായിട്ടും ഇരിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഈ 5 ശീലങ്ങളെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ശീലം എന്ന് പറയുന്നത് നമ്മളുടെ തുണികളൊക്കെ ഒരു സ്ഥലത്ത് കുന്നുകൂട്ടിയിടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാവും. പണ്ടൊക്കെ ഞാനും ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിയ ശേഷം ആ ഡ്രസ്സ് കസേരയിലോ അല്ലെങ്കിൽ കട്ടിലോ എവിടെയെങ്കിലും കുന്നുകൂട്ടിയിടും. പിന്നീട് എടുത്തു വെക്കുക എന്നുള്ളൊരു ഇതിലാണ് അവിടെ ഇട്ടിട്ട് പോവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശീലം ഒഴിവാക്കുക. നമ്മളെപ്പോഴാണോ പുറത്ത് പോയി വരുന്നതെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ മടക്കി അതിൻ്റെ യഥാസ്ഥാനത്ത് എടുത്ത് വയ്ക്കുക. അലക്കാനുള്ളതാണെങ്കിൽ അലക്കാനുള്ള ബിന്നിൽ കൊണ്ടിടുക. അല്ല നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്, വാഷ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ഏരിയയിൽ കൊണ്ടുപോയി സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ മടക്കി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റൂം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡൊക്കെ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ കാണാനും ഒരു വൃത്തി ഉണ്ടാവും. അപ്പം നിസ്സാരമായ ഒരു കാര്യമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നു കൂടിയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പലരും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കുന്നുകൂട്ടിയിടാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ മേശപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സോഫയമോ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പല സാധനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി വയ്ക്കാറുണ്ട്. പിന്നീട് എടുത്തു വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മളത് വെക്കുന്നത്. പക്ഷേ എടുത്തു വയ്ക്കാനായിട്ട് ലേറ്റ് ആവും തോറും അവിടെ സാധനങ്ങൾ കുന്നുകൂടി കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. എല്ലാ സാധനങ്ങളും അതാതിൻ്റെ സ്ഥാനത്ത് ഉപയോഗശേഷം തിരിച്ചു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ മേശപ്പുറത്തുള്ള കണ്ട സാധനങ്ങൾ മൊത്തം കൊണ്ടുവയ്ക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി മേശപ്പുറത്ത് എന്തൊക്കെയാണോ വെക്കേണ്ടത് അതുമാത്രം വെക്കുക. അതുപോലെ ഏത് സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഏത് ഭാഗത്തായിക്കോട്ടെ, എന്ത് സാധനങ്ങളാണോ വെക്കേണ്ടത് അതുമാത്രം വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പിന്നീട് ചെയ്യാമെന്നോർത്ത് കാര്യങ്ങൾ നീട്ടി വയ്ക്കുന്ന സ്വഭാവം. അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒട്ടും നല്ലതല്ല. അത് നമ്മുടെ ജീവിതം കൂടുതൽ പരാജയങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വലിയ വലിയ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ജോലികൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ജോലികൾ അപ്പം തന്നെ ചെയ്യുക, കുറച്ച് നേരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് വളരെ മണ്ടത്തരാണെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മൾ എപ്പോഴാണോ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ അതാത് ഓർഡറിൽ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, പിറ്റേ ദിവസത്തെ ദോശയ്ക്ക് അരിയോ അല്ലെങ്കിൽ ഉഴുന്നോ വെള്ളത്തിലിടുന്നൊരു കാര്യമായിരിക്കും. ചിലപ്പോൾ രാവിലെ ചെയ്യേണ്ട ജോലിയായിരിക്കും. ചിലപ്പോൾ നമ്മളത് മറന്നു പോകും പിന്നീട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നീട് ചെയ്യാമെന്ന് എന്ത് നമ്മൾ വിചാരിക്കുന്നോ അത് പിന്നീട് ചെയ്യാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ജോലികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കുക. ഇനിയിപ്പോൾ അപ്പം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ചെയ്യുക. അതങ്ങനെ കുന്നുകൂട്ടിയിടാതിരിക്കുക. കുന്നുകൂട്ടിയിടുമ്പോൾ നമുക്ക് ജോലികൾ കൂടും. അതുപോലെ തന്നെ നമ്മൾ ഈ ജോലികൾ ചെയ്യാനുള്ള കാര്യം മറന്നു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാറ്റി വയ്ക്കുന്ന ഒരു ശീലം, ജോലിയുടെ കാര്യത്തിലായിക്കോട്ടെ പഠനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, മാറ്റി വയ്ക്കുന്ന ശീലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ പരാജയങ്ങളിലേക്കാണ് കൊണ്ടുപോകുക, വിജയത്തിലേക്കല്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അതെന്തായാലും ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ശീലം എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഒരുമിച്ച് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാം എന്നോർത്ത് കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ വയ്ക്കുന്ന പരിപാടി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ രാവിലെ തുണിയൊക്കെ അലക്കിയിട്ട് ആ തുണികളൊക്കെ മടക്കാൻ വേണ്ടിയിട്ട് കുന്നുകൂട്ടി ഒരു സ്ഥലത്തിടും. പക്ഷെ നമ്മളത് മടക്കലുണ്ടാവില്ല, പിറ്റേ ദിവസം അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ കുന്നുകൂടി ചുരുണ്ട് കൂടി കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയൊക്കെ നിലത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇടുന്ന സ്വഭാവം. പിന്നീട് എടുത്ത് വെക്കാമെന്നൊക്കെ ഓർത്തായിരിക്കും നമ്മളത് അവിടെ തന്നെ വെക്കുന്നത്. പക്ഷേ അതൊക്കെ ആകെ വൃത്തികേടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മോശം അനുഭവം നമ്മൾ നേരിടേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ വീട് മൊത്തം ഒരൊറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ട് കുഞ്ഞു ജോലികളൊന്നും ചെയ്യാതെ അതവിടെ കൂട്ടിയിടുന്ന പരിപാടി, അങ്ങനത്തെ പരിപാടികളുണ്ടെങ്കിലും അതും മാറ്റി വയ്ക്കുക. നമ്മൾ മൊത്തത്തിൽ ഒരൊറ്റ ദിവസം വീട് ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായിരിക്കും, നമ്മളാകെ ക്ഷീണിച്ച് അവശതയാവും. അതിന് പകരമായിട്ട് ജോലികൾ എപ്പോഴും ഡിവൈഡ് ചെയ്ത് കുറച്ചായിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ വീടെന്നും ക്ലീൻ ആയിട്ടിരിക്കും, നമ്മൾക്കും അത്ര ബുദ്ധിമുട്ടൊന്നും നേരിടേണ്ടി വരില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ്. ഇനി നമ്മളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് വൈ. എന്തിനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്? ഞാൻ ഈ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടു, എനിക്കെന്ത് ഗുണം, എനിക്കെന്ത് മെച്ചം? അങ്ങനെ പലരും ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് വീടൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചു, ഉച്ചയാകുമ്പോഴേക്കും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരാകെ അലങ്കോലമാക്കിയിടും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ.
അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടോ രാവിലെ ഞാനിതൊക്കെ ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല, ഉച്ചയാകുമ്പോഴേക്ക് ഇത് വൃത്തികേടായി തന്നെ കിടക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും നമുക്ക് പ്രത്യേകിച്ച് ജോലി ഇതെന്താ ഇതിന് ശമ്പളമോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല, നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചിന്ത വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്ത വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ നന്നായിട്ട് വീടൊക്കെ വൃത്തിയാക്കി അലങ്കരിച്ച് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വെക്കുക ആ വീടിൻ്റെ. എന്നിട്ട് നിങ്ങൾക്ക് മടുപ്പൊക്കെ തോന്നും ആ ഫോട്ടോയിൽ നോക്കുക. അപ്പം നമുക്ക് തോന്നും എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ വീടിരിക്കുന്നത്, ഇപ്പോൾ കിടക്കുന്ന കോലം കണ്ടോ. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ സ്വന്തമായിട്ടുണ്ടാവും. അപ്പോൾ ക്ലീനിങ്ങിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുള്ള ചിന്തകൾ മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്ന വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോട്ടോ നമ്മൾ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കയറി കഴിഞ്ഞാൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു വീട്ടിലേക്ക് വരുന്നതാണോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് വരുന്നതാണോ ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അനാവശ്യമായ ചിന്തകളൊക്കെ ഒഴിവാക്കാനും സ്വന്തമായിട്ട് ഒന്ന് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ 5 ശീലങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ വീടും കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.